വാരാണസി ഭാരതത്തിലെ ഏറ്റവും പുരാതന നഗരം, ഏറ്റവും ജനനിബിഡവും ഏറ്റവും ശാന്തവുമായ നഗരം. നമോ ഘാട്ട് മുതൽ അസി ഘാട്ട് വരെ നീളുന്ന ഗംഗാതീരത്തുള്ള ഘാട്ടുകളുടെ നീണ്ട നിരയുള്ള നഗരം. കാശി വിശ്വനാഥൻ്റെ മണ്ണ്. ഇന്ത്യയുടെ പ്രൗഢവും ഗംഭീരവുമായ വാസ്തുവിദ്യാശൈലി വിളിച്ചോതുന്ന നഗരം. കൊച്ചി എയർപോർട്ട് ടെർമിനൽ 1 നിന്നും വാരാണസിയിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ബാംഗ്ലൂർ കണക്ട് ചെയ്തുള്ള ഫ്ലൈറ്റ് വഴിയാണ് യാത്ര. വാരണാസിയിലെത്തി വിശ്രമത്തിന് ശേഷം ക്ഷേത്ര ദർശനത്തിലിറങ്ങിയതാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് ഈ വഴി നീണ്ടുപോകുന്നത്. നല്ല തണുപ്പാണിവിടെ. ക്ഷേത്ര ദർശനത്തിനായി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിരാവിലെ ആയതേ ഉള്ളൂ, 7:30 മണി. പക്ഷെ നല്ല നീണ്ട ക്യൂ ഉണ്ട് ക്ഷേത്ര ദർശനത്തിനായി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. തദ്ദേശീയരുമുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. ഒരു കോഫിക്ക് 20 രൂപയാണ് വില. കോഫി കുടിച്ച് ഉന്മേഷമൊക്കെ തിരികെ കിട്ടി മുന്നോട്ട് നടത്തം തുടർന്നു. ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരുപാട് കടകളുണ്ട്. കൂടാതെ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ക്ഷേത്ര നിർമ്മിതികളും. ഇത് വഴിയിൽ കണ്ട ഒരു ക്ഷേത്രമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ അരികിൽ കണ്ടതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നടത്തം തുടർന്നു. ഇവിടെ വിൻ്റർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ജനത്തിരക്കുണ്ട്. ക്ഷേത്ര പരിസരം മുഴുവൻ പലതരം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൂടാതെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കമ്പിളി വസ്ത്രങ്ങൾ വിൽക്കുന്നവർ, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്നവർ, അലങ്കാരത്തിനുള്ള മാലകൾ വിൽക്കുന്നവർ, പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, സാരി, ബനാറസ് സാരി ലോകപ്രസിദ്ധമാണല്ലോ. ബനാറസ് സാരികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. ഈ നീണ്ട നിര നീണ്ടു പോകുന്നത് വിശ്വനാഥ ക്ഷേത്ര സന്നിധിയിലേക്കാണ്. ഇന്നെന്തായാലും രാവിലെ ക്ഷേത്ര ദർശനം നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വഴിക്കരിയിലായി മണികർണിക ഘട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. തൽക്കാലം ഘട്ടുകൾ കണ്ടതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്താമെന്ന് കരുതി ഘാട്ടിലേക്ക് ഇറങ്ങിയതാണ്. മണികർണിക ഘാട്ടാണിത്. ഏറ്റവും പുണ്യമായ സ്ഥലം. ഇവിടെ ശവസംസ്കാരം നടത്തിയാൽ ആ സംസ്കരിക്കപ്പെടുന്ന ആളുകൾ പിന്നീട് ജനന മരണങ്ങളില്ലാതെ മുക്തി നേടുന്നു എന്നാണ് വിശ്വാസം. മറ്റൊരു അതിശയകരമായ കാര്യം, ഇവിടെ 24 മണിക്കൂറും ശവദാഹം നടന്നാലും ഇതിൻ്റെ ചുറ്റുവട്ടം ഒട്ടും ഒരു ശവപ്പുകയുടെ യാതൊരു തരത്തിലുള്ള ദുർഗന്ധവും ഉണ്ടാവില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകതരം സുഗന്ധദ്രവ്യങ്ങളും പ്രത്യേകതരം മരങ്ങളുടെ വിറകുകളും അതിനുപയോഗിക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും സാക്ഷാൽ മഹാദേവൻ ഈ ഘാട്ടിലെ ഓരോ അണുവിലും ഉള്ളത് കൊണ്ടാണെന്നുള്ളതാണ് വിശ്വാസം. കാശി ഒരു മുക്തിക്ഷേത്രമായതിനാൽ ഇവിടെ ശവദാഹമല്ല, മോക്ഷയാത്രയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദുർഗന്ധം അനുഭവപ്പെടാത്തതെന്നാണ് മറ്റൊരു വിശ്വാസം. ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾക്ക് പ്രത്യേക സുഗന്ധമുണ്ടാവാറില്ല എന്നതും ഒരു സത്യമാണ്. പ്രധാനമായും ആസ്വദിക്കേണ്ട ഒന്നാണ് ഗംഗാ നദിയിലൂടെയുള്ള ഘാട്ടുകൾ കൊണ്ടുള്ള ബോട്ട് യാത്ര. പലതരം ബോട്ടുകളുണ്ട്.
യന്ത്ര ബോട്ടുകളാണ് അധികവും. പല വലിപ്പത്തിലും പല രൂപത്തിലും. മുന്നിൽ പോകുന്ന പോലെ ഷിക്കാര ബോട്ടുകൾ പോലുള്ളവ, 2 തട്ടുള്ള ബോട്ടുകൾ. ഗംഗാ നദിയിലൂടെ ഘാട്ടുകൾ കണ്ടുള്ള ബോട്ട് യാത്ര അതീവ രസകരവും സുഖകരവും ആയ ഒരു അനുഭവമാണ്. നമോ ഘാട്ട് മുതൽ അസി ഘാട്ട് വരെ 84 ഘാട്ടുകൾ നിരന്ന് കിടക്കുന്ന ഗംഗാ നദീ തീരത്തിലൂടെയുള്ള ബോട്ട് യാത്ര ഒരുപാട് അറിവുകളും വല്ലാത്തൊരു അനുഭൂതിയും നമുക്ക് സമ്മാനിക്കുന്നു. നേരെ മുന്നിൽ കാണുന്നത് ഗംഗാ നദിയുടെ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാളവ്യ ബ്രിഡ്ജാണ്. 1887 ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഡബിൾ ഡക്കർ ബ്രിഡ്ജ് എന്ന് വേണേൽ പറയാം. താഴെ കൂടി റെയിൽവേ ട്രാക്കും മുകളിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡും അടങ്ങിയ ബ്രിഡ്ജാണ് അത്. അതാണ് ആ ബ്രിഡ്ജിൻ്റെ പ്രത്യേകതയും. നമോ ഘാട്ട് മുതൽ അസി ഘാട്ട് വരെ 84 ഘാട്ടുകളാണ് ഈ ഗംഗാ നദീക്കരയിലുള്ളത്. അവയിൽ നമോ ഘാട്ടാണ് ഈ മുന്നിൽ കാണുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി അസി ഘാട്ട് വരെ മണികർണിക ഘാട്ട്, ദശാശ്വമേധ ഘാട്ട്, ഹരിശ്ചന്ദ്ര ഘാട്ട്, കേദാർനാഥ് ഘാട്ട് എന്നീ തുടങ്ങുന്ന നിരവധിയായ ഘാട്ടുകൾ, തുളസി ഘാട്ട് ഇവയെല്ലാം അടങ്ങുന്ന ഘാട്ടുകളുടെ നിര തന്നെ ഇനി കാണാനുണ്ട്. വാരാണസി എന്നും കാശി എന്നും ബനാറസ് എന്നും അറിയപ്പെടുന്ന ഈ നഗരത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ നഗരത്തിൽ ഗരുഡന്മാർ അഥവാ പരുന്ത് അവയൊന്നും പറക്കാറില്ല. ഹിന്ദു പുരാണ വിശ്വാസപ്രകാരം കാശി അതായത് വാരണാസി മഹാദേവൻ്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലായതിനാൽ വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ, പരുന്ത് അതുപോലുള്ളവയൊന്നും ഇവിടെ പറക്കാറോ പ്രവേശിക്കാറോ ഇല്ലെന്നാണ്. കാശിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ഘാട്ടുകളിലും റോഡ് വക്കിലുമൊക്കെ ഒരുപാട് കാളകളുണ്ടെങ്കിലും അവ തമ്മിൽ മത്സരിക്കാറോ തമ്മിൽ കുത്താറോ ഒന്നുമില്ല. കാളപ്പോര് ലോകപ്രശസ്തമാണ്. പക്ഷേ ഇവിടുത്തെ കാളകൾ പരസ്പരം പോരെടുക്കുകയോ തമ്മിൽ കുത്തുകയോ ഒന്നും ചെയ്യാതെ ഐക്യമായാണ് പോകുന്നത്. അത് മഹാദേവൻ്റെ വാഹനമാണ് കാള എന്നുള്ളതുകൊണ്ടാണെന്നാണ് വിശ്വാസം. മണികർണിക ഘട്ടാണിത്. ഹിന്ദു വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്താൽ ഛേദിക്കപ്പെട്ട സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണതിൽ കർണാഭരണം വീണ സ്ഥലമാണ് മണികർണിക ഘട്ട്. 24 മണിക്കൂറും ശവദാഹം നടക്കുന്ന ഒരു സ്ഥലമാണ് മണികർണിക ഘട്ട്. പക്ഷേ ഈ ശവദാഹം നടക്കുന്ന ഈ പുകയ്ക്ക് യാതൊരു വിധത്തിലുള്ള ദുർഗന്ധവും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകതയുള്ളൊരു കാര്യം. ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾക്ക് സുഗന്ധമുണ്ടാവാറില്ല. അതിന് പ്രധാന കാരണം ഇവിടുത്തെ ഗന്ധം പോലും മഹാദേവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ടാണെന്നാണ് വിശ്വാസം. കാശി എന്നറിയപ്പെടുന്ന ഈ വാരണാസിയിലെത്തുന്നവർക്ക് പലവിധ അനുഭവങ്ങളാണ് ഉണ്ടാവാറ്. ചിലർക്ക് വളരെയധികം അസ്വസ്ഥതയും പിന്നീട് അസാധാരണമായ ശാന്തിയും അനുഭവപ്പെടുന്നു. ചിലർക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെ, ദിശ നഷ്ടപ്പെട്ടതുപോലെ, സമയവും കാലവും അറിയാതെ ദിനരാത്രങ്ങൾ കഴിയുന്നത് പോലെ അനുഭവപ്പെട്ടു എന്നാണ് അനുഭവ സാക്ഷ്യം. ആ കാണുന്ന കുടകൾക്ക് കീഴെയെല്ലാം പിതൃകർമ്മങ്ങൾ നടത്തപ്പെടുന്നു. പിതൃകർമ്മങ്ങൾ ചെയ്യിക്കുന്ന പുരോഹിതന്മാരും
അതിനാവശ്യമായ സാധന സാമഗ്രികളും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഈ കാണുന്നതാണ് ദശാശ്വമേധ ഘാട്ട്. ഈ ഘാട്ടിലാണ് റോട്ടിൽ നിന്ന് കൂടുതൽ വാഹന സൗകര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ വന്ന് ഇറങ്ങുന്നതും ഈ സ്ഥലത്താണ്. വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനായി ഏറ്റവും എളുപ്പമുള്ള മാർഗവും ഇതുതന്നെയാണ്. ഘാട്ടിലുള്ള പൗരാണിക കെട്ടിട സമുച്ചയങ്ങൾ ഇന്ത്യയുടെ തന്നെ വാസ്തുവിദ്യാ ശൈലി വിളിച്ചോതുന്നവയാണ്. ഈ കെട്ടിടങ്ങളെല്ലാം പല നൂറ്റാണ്ടുകളിലായി പല രാജസാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തവയാണ്. ഇപ്പോഴും ജനവാസമുണ്ട് ഈ കെട്ടിടങ്ങളിൽ. മറുഭാഗത്ത് റോഡും ഈ ഭാഗത്ത് ഗംഗാനദിയും. രണ്ട് വഴിയുമുള്ള സഞ്ചാരം വളരെയധികം സുഗമമാക്കുന്നു. ശൈത്യകാലത്ത് വാരണാസിയിൽ കാണപ്പെടുന്ന ദേശാട പക്ഷികളാണിവ. സൈബീരിയയിൽ നിന്നും മധ്യ ഏഷ്യയിൽ നിന്നുമൊക്കെ വരുന്ന ദേശാടന പക്ഷികൾ. ഏകദേശം ഫെബ്രുവരി-മാർച്ച് അവസാന കാലം വരെ ഇവ ഈ ഗംഗാനദിക്കരയിൽ ആകമാനം പറന്നിങ്ങനെ നടക്കും. സൈബീരിയൻ ഗൾസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് വിശ്വനാഥ ക്ഷേത്ര ദർശനമാണ്. ഇരുട്ട് പരന്നു കഴിഞ്ഞു. ഇവിടെ ശൈത്യകാലത്ത് പെട്ടെന്ന് തന്നെ ഇരുട്ടും. 5:30 ആകുമ്പോഴേക്കും 8 മണി സമയത്തെ ഒരു പ്രതീതിയാണ്. ജനനിബിഡമാണ് വഴികളെല്ലാം. ക്ഷേത്രത്തിലേക്കുള്ള വഴി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പല ഭാഷക്കാരും പല ദേശക്കാരും ഉണ്ട് ഇതിനിടയ്ക്ക്. ചുറ്റുമുട്ടമുള്ള കടകൾ മുഴുവൻ വൈദ്യുതി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഇവിടെ മുതൽ സാരി ഫാക്ടറികൾ, സാരി കടകൾ എല്ലാം ധാരാളമായി കാണാം. ഏത് വഴികളിലേക്ക് നോക്കിയാലും ജനത്തിൻ്റെ ഒഴുക്കാണ് കാണുന്നത്. ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരും ദർശനം കഴിഞ്ഞ് തിരികെ വരുന്നവരുമുണ്ട്. ഇരുട്ടാവുമ്പോഴേക്കും നല്ല തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പുകമഞ്ഞുമുണ്ട്. വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണിത്. ഫസ്റ്റ് ഗേറ്റ് 1. പക്ഷേ ഇതുവഴി നേരിട്ട് ആരെയും കയറ്റിവിടുന്നില്ല. ഇരുഭാഗങ്ങളിലും കൂടിയാണ് കയറ്റിവിടുന്നത്. നേരെ കയറ്റിവിടാതെ സൈഡ് ഭാഗങ്ങളുള്ള ഗേറ്റ് വഴി കടത്തിവിടുന്നു. അത് കയറി വന്നാൽ കാണുന്ന ഭാഗമാണിത്. ഇവിടം വരെ മൊബൈൽ അനുവദിക്കുകയുള്ളൂ. ഇവിടെ ഏതെങ്കിലും ലോക്കറിൽ വയ്ക്കുകയോ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ അകത്ത് കയറാൻ പറ്റൂ. ഈ ഭാഗത്തായി ഒരു ഭക്ഷണശാലയും ഉണ്ട്. മൊബൈൽ ഫോണോ ചെരുപ്പോ വലിയ ബാഗോ ഇലക്ട്രോണിക് സാധനങ്ങളോ ഒന്നുമോ തന്നെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കുന്നതല്ല. തിരക്കുള്ള സമയങ്ങളിലുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള വേലികൾ കെട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പോഴധികം തിരക്കില്ലാത്തതുകൊണ്ട് നേരിട്ട് തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ക്ഷേത്രത്തിനകത്ത് കിടക്കുന്ന പൂജകളും കാര്യങ്ങളും എല്ലാം കാണാനായി ഒരു വലിയ സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുവഴി അകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് കാണാം. ക്ഷേത്രത്തിൻ്റെ പുറകു വശത്തൂടെ ഒന്ന് ചുറ്റി വേണം പുറത്തേക്കുള്ള റോഡിലേക്ക് കടക്കാൻ. നിർദ്ദേശങ്ങളെല്ലാമുള്ള ബോർഡുകൾ ഇവിടെയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ബാത്റൂം സൗകര്യവും ഇവിടെ ലഭ്യമാണ്. പ്രധാന ക്ഷേത്രമായ വിശ്വനാഥ ക്ഷേത്രം കൂടാതെ ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളും ഈ കോംപ്ലക്സിലായി ഉണ്ട്. ഇതോടുകൂടി ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.